പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴേ ഈ ഇൻഡിപെൻഡൻസ് ഡേ ഒക്കെ ആവുമ്പോൾ ടീച്ചേഴ്സ് കുറേ ക്രാഫ്റ്റ് വർക്കൊക്കെ തരും. അന്നൊന്നും ഈ ഫോണില്ലാത്തത് കൊണ്ട് ഈ ചാർട്ടൊക്കെ വാങ്ങി എന്തെങ്കിലുമൊക്കെ ഒട്ടിച്ച് റെഡിയാക്കി കൊണ്ടുപോകും. അങ്ങനെ ഇപ്പോൾ ദാ 78ാമത്തെ ഇൻഡിപെൻഡൻസ് ഡേ ആവാറായി. അപ്പോൾ ഇന്ന് നമുക്ക് ഈ ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യലായി കുറച്ച് ക്രാഫ്റ്റ് വർക്ക് ചെയ്ത് നോക്കിയാലോ. ആദ്യം നമുക്ക് ഈ ഡ്രസ്സിലൊക്കെ പിൻ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ക്യൂട്ടായിട്ടുള്ള പിൻസ് ട്രൈ ചെയ്താലോ. നമുക്ക് മാത്രം പോരല്ലോ, നമ്മുടെ ഫ്രണ്ട്സിനും കൂടി വേണ്ടേ. അപ്പോൾ നമുക്ക് എത്ര ഫ്രണ്ട്സ് ഉണ്ടോ അത്രയും സർക്കിൾ ഇതുപോലെ വരച്ചെടുക്കാം. ഈ സർക്കിൾ തന്നെ വേണമെന്നില്ല കേട്ടോ, നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് വരച്ചെടുക്കാം. ഈ സർക്കിളെല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടേ നമുക്ക് ഇഷ്ടമുള്ള ലോഗോ ഇതിൽ വരച്ചെടുക്കാം. ഈ പിൻട്രസ്റ്റിൽ സെർച്ച് ചെയ്താലേ ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യലായിട്ട് ഒരുപാട് ലോഗോസ് അവൈലബിൾ ആണ്. ഈസി ആയിട്ടും വെറൈറ്റി ആയിട്ടും അങ്ങനെ ഒരുപാട് ലോഗോസ് നമുക്കതിൽ നിന്ന് സെലക്ട് ചെയ്ത് വരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ 4 പേപ്പറിലും 4 ഡിസൈൻ ഇതുപോലെ വരച്ചെടുത്തു. ഇനി ഒരു കാർഡ്ബോർഡ് ഷീറ്റ് എടുത്തിട്ടേ നമ്മൾ മുന്നേ വരച്ച സർക്കിളില്ലേ അതിൻ്റെ സെയിം സൈസിലുള്ള 4 സർക്കിൾ നമുക്കിതിലും വരച്ചെടുക്കാം. എന്നിട്ട് നമുക്കത് ഇതുപോലെ കറക്റ്റായി റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കാം. കുറച്ച് ക്ഷമയുണ്ടെങ്കിൽ നല്ല നീറ്റായിട്ടുള്ള സർക്കിൾ നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമ്മൾ മുന്നേ പെയിൻറ് ചെയ്ത് വെച്ച പേപ്പറില്ലേ അതിൽ ആ സർക്കിളും ഇതുപോലെ കറക്റ്റായി കട്ട് ചെയ്തെടുക്കണം. ഇനി കാർഡ്ബോർഡും പേപ്പറും കൂടി നമുക്ക് കറക്റ്റായി ഇതുപോലെ ഒട്ടിച്ചെടുക്കാം. അങ്ങനെ ഈ 4 ലോഗോസും കറക്റ്റായി ഇതുപോലെ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ അത് സെറ്റായി. ഇനി ഇതിൻ്റെ ബാക്ക് സൈഡും കൂടി ഫിനിഷ് ചെയ്യണ്ടേ. 4 സർക്കിളും കൂടിയും ഇതുപോലെ വരച്ച് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കിതിൻ്റെ ബാക്കിലായി ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ ബാക്കിലൊരു പിന്ന് സെറ്റാക്കി എടുക്കണ്ടേ. നമ്മുടെ വീട്ടിലൊക്കെയുള്ള സേഫ്റ്റി പിന്നില്ലേ അതാട്ടോ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അത് നമുക്ക് ഈ സൂപ്പർ ഗ്ലൂ യൂസ് ചെയ്ത് കറക്റ്റ് സെൻറ്ററിലാക്കി ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ടേ പേപ്പർ ടേപ്പോ സെല്ലോ ടേപ്പോ ആയാലും മതി, ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ ഏകദേശം നമ്മുടെ പിന്നെല്ലാം സെറ്റായി കിട്ടി. ഇനി നമുക്കിതൊന്ന് വാട്ടർ പ്രൂഫ് ആക്കിയാലോ. അതിന് വേണ്ടി നല്ല വീതിയുള്ളൊരു സെല്ലോ ടേപ്പ് എടുത്ത് ഇതിൻ്റെ മുകളിലായി ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. ഈ 4 പിന്നും ഈ സെല്ലോ ടേപ്പ് വെച്ച് നമുക്കിതുപോലെ ഒട്ടിച്ചെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ എഡ്ജെല്ലാം നമുക്കിതുപോലെ കട്ട് ചെയ്ത് മാറ്റാം. ഈ സെല്ലോ ടേപ്പ് ഒട്ടിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, അതിൻ്റെ ഉള്ളിൽ ബബിൾസ് വീണാലേ നമുക്കൊരു ഫിനിഷിങ് കിട്ടില്ല. അതുകൊണ്ട് അത് നീറ്റായി പതുക്കെ വേണം ഒട്ടിച്ചെടുക്കാൻ. അങ്ങനെ ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യലായിട്ടുള്ള 4 പിൻസ് നമ്മൾ സെറ്റാക്കിയെടുത്തു. ഇനി നമുക്ക് കുറച്ച് ഗ്രീറ്റിംഗ് ക്യാൻഡീസ് ഉണ്ടാക്കി നോക്കിയാലോ. ഞാൻ കുറേ നാളായി ഇതുപോലൊരെണ്ണം ചെയ്തെടുത്താലോ എന്ന് വിചാരിച്ചിട്ട്. ഇത് നമുക്ക് സിമ്പിളായി ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ കളർ പേപ്പേഴ്സ് എടുത്തിട്ട് 5 സെൻറ്റിമീറ്റർ വിഡ്ത്തിലും 7 സെൻറ്റിമീറ്റർ ലെങ്ത്തിലും നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇത് ഞാനൊരു ഏകദേശം അളവ് പറഞ്ഞതാട്ടോ. നമുക്ക് ഇഷ്ടമുള്ള സൈസിൽ നമുക്ക് ഈ പേപ്പർ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക്
നമുക്ക് ഈ പേപ്പറിൻ്റെ സൈഡ് ചെറുതായി ഒന്ന് മടക്കി ഈ ഒരു സൈഡും കൂടി ഇതുപോലെ ഒട്ടിച്ചെടുക്കാം. നമ്മൾ കട്ട് ചെയ്തെടുത്ത എല്ലാ പേപ്പറും ഇതുപോലെ ഒട്ടിച്ചെടുക്കാം. ഇത്രയ്ക്ക് സിമ്പിളാണെന്ന് അറിഞ്ഞിരുന്നെങ്കിലേ ഞാനിത് മുന്നേ ഉണ്ടാക്കി നോക്കിയാണ്. ഇനി നമുക്കിതൊന്ന് ക്യൂട്ടാക്കി എടുക്കണ്ടേ? അതിനുവേണ്ടി നമുക്ക് ഇഷ്ടമുള്ള ഇമോജീസോ പിക്ചറോ ഇതിൻ്റെ ഫ്രണ്ടിലായി വരച്ചു കൊടുക്കാം. അങ്ങനെ ആ കലാപരിപാടിക്ക് ശേഷം ഈ പേപ്പറിൻ്റെ ഒരു എഡ്ജിലായിട്ട് നമുക്ക് പശ വെച്ച് ഒട്ടിച്ചെടുക്കാം. ഇനി ഈ സ്ലിമ്മായ പേപ്പറിനെ നമുക്കൊന്ന് ഗുണ്ടപ്പനാക്കി എടുക്കണ്ടേ? അതിനുവേണ്ടി ഇതിൻ്റെ നടുഭാഗത്തായി ചെറുതായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഇൻഡിപെൻഡൻസ് ഡേയുടെ വിഷസ് എഴുതി ഇതിൻ്റെ ഉള്ളിലേക്ക് മടക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ സൈഡും കൂടി പശ വെച്ച് ക്ലോസ് ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാ പേപ്പറും ഇതുപോലെ ചെയ്തെടുക്കാം. ഇനി ഒരു ക്യാൻഡി പേപ്പറിൻ്റെ ലുക്കിന് വേണ്ടിയിട്ട് ഇതിൻ്റെ എഡ്ജെല്ലാം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം. ഈ ക്യൂട്ട് ക്യാൻഡീസൊക്കെ നമ്മുടെ കുട്ടിപ്പട്ടാളത്തിന് സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. എങ്ങനെയുണ്ട്? നിങ്ങൾക്കിഷ്ടമായോ? ഇനി നമുക്ക് ഫൈനലായിട്ട് ഒരു ഷോ പീസും കൂടി ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു കുഞ്ഞൊരു കാർഡ്ബോർഡ് ഷീറ്റ്, പിന്നെ ഒരു ടിഷ്യൂ പേപ്പർ, 4-5 തീപ്പെട്ടി ഉള്ളി, പിന്നെ നല്ലൊരു ഗ്ലൂ. ഇത്രയ്ക്കൊക്കെ മതി. ആദ്യം ഒരു കുഞ്ഞ് കാർഡ്ബോർഡ് ഷീറ്റ് എടുത്തിട്ട് ഈ ടിഷ്യൂ പേപ്പർ അതിന് മുകളിലായി ഈ ഫെവിക്കോൾ വെച്ച് ഇതുപോലെ ഒട്ടിച്ചെടുക്കാം. ഇനി അതൊന്ന് ഡ്രൈ ആയതിനു ശേഷം ഒരു ഗ്രീൻ കളർ പെയിൻ്റ് എടുത്ത് നമുക്കതിൻ്റെ മുകളിലായി ഇതുപോലെ അടിച്ചെടുക്കാം. ഇനി ഈ സ്റ്റിക്ക് ഇതിൻ്റെ 4 സൈഡിലും നമുക്ക് ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ചെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ഗസ്റ്റിനെ വരച്ചെടുക്കാം. അതിനുവേണ്ടി ഒരു പേപ്പർ എടുത്ത് അതിൽ ഫ്ലാഗ് വരച്ചെടുക്കാം. ഈ പെയിൻറ് സ്പ്രെഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ നടുക്ക് ഒരു സെല്ലോ ടേപ്പ് ഒട്ടിച്ചു കൊടുത്തു. അതാവുമ്പോൾ നമുക്ക് ഈസിയായി പെയിൻറ് ചെയ്തെടുക്കാം. ഇനി ഒരു സ്റ്റിക്ക് എടുത്ത് ഇതുപോലെ നമുക്ക് ഒട്ടിച്ചെടുക്കാം. അങ്ങനെ അതും സെറ്റായി. ഇനി നമുക്ക് ഈ തീപ്പെട്ടി ഉള്ളി വെച്ചിട്ട് എന്തേലൊക്കെ ഒരു രൂപ സെറ്റാക്കി എടുക്കാം. അങ്ങനെ ആ പരിപാടിയും കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഗ്രൗണ്ടിലേക്ക് നമ്മുടെ ഫ്ലാഗിനെ കൊണ്ടുവയ്ക്കാം. ഇത്രയ്ക്കുള്ള പരിപാടി. ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യലായിട്ടുള്ള എൻ്റെ ഈ കൊച്ചു ക്രാഫ്റ്റ്സ് നിങ്ങൾക്ക് ഇഷ്ടമായോ? എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അഡ്വാൻസ് ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ.